കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകന യോഗം ചേർന്നു. ചേലക്കര PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിന് UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. വിവിധ കാരണങ്ങളാൽ തടസ്സം നേരിടുന്ന റോഡ് നിർമ്മാണം കഴിവതും വേഗം നടത്തുന്നതിനും വെള്ളക്കെട്ടുകൾ ഉള്ള സ്ഥലങ്ങളിൽ ഡ്രൈനേജ് അടക്കം വൃത്തിയാക്കി മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനും യോഗത്തിൽ നിർദ്ദേശം നൽകി. തലശ്ശേരി ചിറ്റണ്ട റോഡ് നിർമ്മാണം പൂർത്തിയായതായി എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. റോഡുകളിൽ ചോർച്ചയുള്ള ഇടങ്ങളിലെ റോഡ് പൊളിക്കാത്ത രീതിയിൽ പൈപ്പ് ലൈൻ വർക്കുകൾ പൂർത്തീകരിക്കാൻ MLA നിർദ്ദേശം നൽകി. പൊതുമരാമത്ത് റോഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PV ബിജി, അസിസ്റ്റന്റ് എഞ്ചിനീയർ VS ഷിസ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലത്തിലും അവരുടെ പൊതുമരാമത്ത് പണികൾ പരിശോധിക്കാൻ വേണ്ടി MLA ചെയർമാനായി CMT കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം എന്നാണ് അതിന് പറയുക. മണ്ഡലം അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒന്ന് യോഗോപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. എല്ലാ വർക്കുകളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ചേലക്കര മണ്ഡലത്തിനകത്ത് നിരവധി വർക്കുകൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടക്കുന്ന പണികളെല്ലാം സ്കൂൾ, കോളേജ്, സ്കൂൾ, അതുപോലെ തന്നെ റോഡ് ഉൾപ്പെടെ നിരവധിയായ വർക്കുകളുണ്ട്. അത്തരം വർക്കുകളെല്ലാം മാസം ഈ PWD നേതൃത്വത്തിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ് ഇതിൻ്റെ കൺവീനറായിട്ട്, ഈ CMTയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചെയർമാനും CMTയുടെ കൺവീനറും മറ്റു ഉദ്യോഗസ്ഥന്മാരും അടക്കം വരുന്ന ആളുകൾ എല്ലാ മാസവും ഓരോ വർക്കുകളുടെയും പുരോഗതിയെ സംബന്ധിച്ചൊരു പരിശോധന നടത്തുകയും ആ കൂട്ടത്തിൽ ഇന്നും അതിൻ്റെ ഈ മാസം ചേരേണ്ട യോഗമായിരുന്നു. ആ യോഗം നമുക്ക് വിലയിരുത്തി പല വർക്കുകളും പല ഡിപ്പാർട്ട്മെൻറ്റും കൈമാറി കൊടുത്തിട്ട് അതിൻ്റെ കാലതാമസം വരുന്നതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതെല്ലാം ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി MLA ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട് അതൊന്ന് വേഗത്തിലാക്കി കൊടുത്താൽ ഇവിടെ നടന്നുകൊണ്ടിരുന്ന വർക്ക് സമയത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശോധനയായിരുന്നു. ആ അർത്ഥത്തിൽ ഇന്ന് അതെല്ലാം പൂർത്തീകരിച്ചു. ഇനി അടുത്ത മാസം ചേരുമ്പോഴേക്കും ഇതിൻ്റെ അടുത്ത ഘട്ടം എന്തായി എന്ന് കഴിഞ്ഞ മാസം നടത്തിയ യോഗത്തിൻ്റെ മിനിറ്റ്സ് വെച്ച് പരിശോധിച്ച് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ മാസത്തേക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം ആകുമ്പോഴേക്കും അതിൻ്റെ അടുത്ത ഘട്ടം എത്രത്തെ ആയിട്ടുണ്ടെന്ന് പരിശോധനയാണ്. സ്വാഭാവികമായിട്ട് എല്ലാ മാസവും ചേരുന്നതാണ്. അർത്ഥത്തിൽ ഇന്ന് ചേലക്കരയിൽ വെച്ചാണ് ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി യോഗം. ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ പൊതുജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഇതിനൊപ്പം ചർച്ച ചെയ്ത് അതുകൂടെ ഇപ്പോൾ നമ്മുടെ വാഴക്കോട് പ്ലാഴി റോഡ് വർഷക്കാലം തുടങ്ങുന്നതോടുകൂടി അതിനകത്ത് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വെള്ളക്കെട്ടും അതിൻ്റെ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള അതും ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നിർദ്ദേശം കൊടുക്കേണ്ടായി. പല സ്ഥലങ്ങളിലും ചില പൊട്ടുകൾ കാണാണ്ടായി. ഈ നിർമ്മിച്ചു പോയാൽ 5 കൊല്ലം വരെ അവരുടെ നിയന്ത്രണത്തിലാണ് ഇതുള്ളത്. അതുകൊണ്ട് അതും കൂടെ അടിയന്തരമായിട്ട് ആ കാര്യം കൂടെ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ റൈറ്റ് വിഷൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. ആ വിഷയം കൂടെ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പൊതുജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതിനിടയിൽ പരിശോധനയ്ക്കിടയിൽ ഇതുകൂടെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തി സമയബന്ധിതമായി ഇതെല്ലാം മാസം ഉള്ളതുകൊണ്ട് പൊതുജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതുകൂടെ കൂട്ടി ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിഹരിക്കാനുള്ള ഏർപ്പാട് കൂടെ ചെയ്യും. ആ കൂട്ടത്തിൽ ചേർന്ന ഒരു യോഗമായിരുന്നു CMT. അതുകൂടെയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ഈ കഥ ഇപ്പോൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം. 2016 ഞങ്ങൾ +2-ൽ ചേർന്നു. ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത്. 2018 ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി. ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു. കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു. 2019 ഞങ്ങൾ ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. 2020 ഞങ്ങൾ 3ാം വർഷം ഡിഗ്രി പഠിക്കുന്നു. ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു. 2021 ഞങ്ങൾ PG പഠനം തുടങ്ങി.
ഞങ്ങൾ മാസം 50,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു. 2022 ഞങ്ങൾ PG പഠനം തുടരുകയാണ്. ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് 75,000 മുതൽ 1,00,000 വരെ മാസം സമ്പാദിക്കുന്നു. 2023 ഞങ്ങൾക്കൊരു ജോലി തരുമോ? യെസ്, ഇവിടെ ജോലി നൽകുന്നുണ്ട്. ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ? വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ? സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9947656565.